എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലേ? ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, അവൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നു, അവൾ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്ന് നോക്കിയാലോ, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ചാത്താ ഹേ, ചാത്തി ഹേ ഓർ ചാത്തേ ഹേ. എന്താണ് ചാത്താ ഹേ, ചാത്തി ഹേ ആൻഡ് ചാത്തേ ഹേ എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയ ഉണ്ടല്ലോ, ക്രിയകളുടെ ലാസ്റ്റ് ജാന, ആന, കർണ, ഈ ക്രിയ കഴിഞ്ഞതിന് ശേഷം അവിടെ ചാത്താ ഹേ, ചാത്തി ഹേ, ചാത്തേ ഹേ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി അർത്ഥം? എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ പറയാണ് ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? ജാന എന്ന് എഴുതി. ജാന എന്ന് എഴുതിയതിനു ശേഷം അവിടെ എന്ത് ചേർക്കുക? ചാത്താ ഹേ. ഓക്കെ, ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കർണ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്താൽ ഇവിടെ കർണ എന്ന് പറയുന്ന ഈ ഒരു ക്രിയയുടെ പകരം നമുക്ക് ഏത് ക്രിയയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മീനിങ്ങിൽ മാറ്റം വരും. അപ്പൊ ഞാൻ പറയാണ് ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ ആദ്യം ജാന എന്ന് എഴുതി, അതിനുശേഷം എന്ത് ചെയ്ത? ചാത്താ ഹേ. അപ്പൊ എന്തായി? ജാന ചാത്താ ഹേ. ജാന ചാത്താ ഹേ എന്ന് പറഞ്ഞാൽ പോകാൻ ആഗ്രഹിക്കുന്നു. ആന വരുക, ആന ചാത്താ ഹേ വരാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്താണ് കർണ ചെയ്യുക, കർണ ചാത്താ ഹേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഖാന കഴിക്കുക, ഖാന ചാത്താ ഹേ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പീന കുടിക്കുക, പീന ചാത്താ ഹേ കുടിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ലിഖ്ന എഴുതുക, ലിഖ്ന ചാത്താ ഹേ എഴുതാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ക്രിയ എഴുതിയതിനു ശേഷം അതിന് ശേഷം നമ്മൾ ചാത്താ ഹേ, ചാത്തി ഹേ അല്ലെങ്കിൽ ചാത്തേ ഹേ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്തായി? ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി എപ്പോഴാണ് ചാത്താ ഹേ എഴുതേണ്ടത്, ചാത്തി ഹേ എഴുതേണ്ടത്, അതുപോലെ ചാത്തേ, അത് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ചാത്താ ഹേ എഴുതാം, ചാത്താ ഹേ. എന്താണ്? ചാത്താ ഹേ. ഇനി ഒരു ഫീമെയിൽ, ഒരു പെണ്ണ് പറയുകയാണെങ്കിലോ ചാത്തി ഹേ. ഒരു പെണ്ണിനെ കുറിച്ചാണെങ്കിൽ ചാത്തി ഹേ, ചാത്തി ഹേ. ഇപ്പൊ ഞാൻ പറയാണ് അവൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അവൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവൾ എന്താണ്? പെണ്ണല്ലേ? അപ്പൊ നമ്മളത് വോ, അവളാണെങ്കിൽ അവനാണെങ്കിൽ വോ പറയാം, വോ. അത് കഴിഞ്ഞിട്ട് ആന, വോ ആന, വോ ആന ചാത്തി ഹേ, വോ യഹാ ആന ചാത്തി ഹേ. ഇവിടെ ചാത്തി ഹേ കാരണം അവളാണ്. ഇനി അവനാണെങ്കിലോ വോ, അവൻ, വോ. ഇവിടെ യഹാ ആന ചാത്താ ഹേ, ചാത്താ ഹേ. ഓക്കെ, അപ്പൊ എന്ന് പറയാം നമ്മൾ നോർമലായിട്ട് ചാത്താ ഹേ ആണ് ഉപയോഗിക്കുക. അതൊരു ഫീമെയിൽ ആണെങ്കിലോ പെണ്ണാണെങ്കിലോ ചാത്തി ഹേ. ഇനി ഇവിടെ ചാത്തേ ഹേ ആണോ, തേ ഹേ. ചാത്തേ ഹേ ഉപയോഗിക്കണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതാണ് എന്ത്? നമ്മൾ പ്ലൂറൽ ഫോം ആണെങ്കിൽ, എന്താണ് പ്ലൂറൽ ഫോം? ഒരുപാട് പേരുണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ, ഹം യഹാ ആന ചാത്തേ ഹേ, ഒരുപാട് പേരുണ്ടല്ലോ. അതുപോലെ അവർ, വേ യഹാ ആന ചാത്തേ ഹേ. അപ്പൊ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ തേഹ ഉപയോഗിക്കുക, ചാത്തേ ഹേ. ഒന്നാമതാണ് പ്ലൂറൽ ഫോം ആണെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ. രണ്ടാമതാണ് റെസ്പെക്ട്, ബഹുമാനം കൊടുത്തു പറയുമ്പോൾ. ഇപ്പൊ ഞാൻ പറയാണ് അവൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ എന്താ പറയാ? വോ യഹാ ആന ചാത്താ ഹേ. ഇനി അടുത്താണ് അദ്ദേഹം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എപ്പോഴൊക്കെയാണോ റെസ്പെക്ട് കൊടുത്ത് പറയേണ്ടത് അപ്പോഴൊക്കെ നമ്മൾ എന്ത് പറയാ? ഈ ചാത്താ ഹേ, ചാത്തി ഹേ, ചാത്തേ ഹേയിൽ നിന്നും നമ്മൾ ചാത്തേ ഹേ എഴുതിയാൽ മതി, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു പേര് പറയാണ്, അരുൺ. ഓക്കെ, അരുൺ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അരുൺ ഒരു വലിയൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ചെറുതുമാവാം, അത് രണ്ടും പറയാം. എങ്ങനെ? അരുൺ യഹാ ആന ചാത്താ ഹേ കറക്റ്റ് ആണ്. ഇനി റെസ്പെക്ട് കൊടുത്ത് പറയുകയാണെങ്കിലോ അങ്ങനെയും പറയാം, അരുൺ യഹാ ആന ചാത്തേ ഹേ, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അതിന് മുന്നേ ഇവിടെ ഞാൻ മലയാളത്തിൽ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്, ചാത്താ ഹേ, ചാത്തി ഹേ, ചാത്തേ ഹേ. അതുപോലെ അർത്ഥമാണ്, മലയാളത്തിൽ അർത്ഥമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിരുന്നു, അതാണ് ഫ്രേസുകൾ, വാക്യങ്ങൾ. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ, 1-2 ദിൻമേ
അതുപോലെ കുറച്ച് കഴിഞ്ഞ് തോടി ദേർമേം. അതുപോലെ എങ്ങനെ ഇവിടെ പറയാം നമ്മൾ ഒരു തവണമെങ്കിലും ചുരുങ്ങിയത് ഒരു തവണമെങ്കിലും എന്ന് പറയാം കംസേക്കം ഏക് ബാർ ആവോ. അടുത്താണ് ആഗേസെ അല്ലെങ്കിൽ അബീസെ, ഇനി മുതൽ. ഇനി നമുക്ക് ഓരോന്നോരെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് കുറച്ച് സമയം കഴിഞ്ഞ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു വാക്യം ഉള്ളതാണ് തോടി ദേർ ബാദ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എഴുതി തോടി ദേർ ബാദ്. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തോടി ദേർ ബാദ് എഴുതി. ഇത് കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്താണ് ഞാൻ എന്താ പറയാ മേ എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ തോടി ദേർ ബാദ് മേ. അടുത്താണ് അവിടെ എന്ന് പറയുന്നത് വഹാ. കഴിഞ്ഞല്ലോ. അടുത്താണ് പോകുക. അപ്പൊ പോകുക ആദ്യം ഈ ക്രിയ എഴുതുക. എന്താണ് പോകുക? ജാന എന്ന് എഴുതിയ ശേഷം അതിനുശേഷം നമുക്ക് ചാത്താ ഹെ, ചാത്തി ഹെ, ചാത്തേ. ഏത് ഉപയോഗിക്കേണ്ടത്? ഞാനാണല്ലോ. ഞാനാകുമ്പോൾ ചാത്താ ഹെ. ഓക്കെ, ഹും ഇവിടെ ഹും വരണം, ഹെൻ വരരുത്. ചാത്താ ഹും. ഇവിടെ മേ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹും എഴുതി. ഓക്കെ, അത് മറക്കരുത്. അത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ തോടി ദേർ ബാദ് മേ വഹാ ജാന ചാത്താ ഹും. എന്താണ്? തോടി ദേർ ബാദ് മേ വഹാ ജാന ചാത്താ ഹും. ഇനി ഇതൊരു പെണ്ണാണ് പറയുന്നതെങ്കിൽ ഒരു ഫീമെയിൽ പറയാണ്. അപ്പൊ എന്ന് പറയണം, അങ്ങനെ പറയണം. അപ്പൊ പറയേണ്ടി വരും തോടി ദേർ ബാദ് മേ വഹാ ജാന ചാത്തി ഹും. ഓക്കെ, മേ ജാന ചാത്താ ഹും. മെയിലാണെങ്കിൽ, ആണാണെങ്കിൽ. പെണ്ണാണെങ്കിലോ മേ വഹാ ജാന ചാത്തി ഹും. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് എഴുതണം. എന്താണ് നെഗറ്റീവ്? എങ്ങനെ എഴുതാം? തോടി ദേർ ബാദ് മേ വഹാ ജാന നെഹി ചാത്താ ഹും. പെണ്ണാണെങ്കിലോ തോടി ദേർ ബാദ് മേ വഹാ ജാന നെഹി ചാത്തി ഹും. ഓക്കെ, ഇനി ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ക്യാ ചേർത്താൽ മതി? ഇവിടെയോ അതോ ലാസ്റ്റോ ചേർക്കാം. എങ്ങനെ? ക്യാ തോടി ദേർ ബാദ് മേ വഹാ ജാന ചാത്താ ഹും. അങ്ങനെ. ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് കടക്കാം. അതാണ് എന്ത്? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ചില കാര്യങ്ങൾ എന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഹിന്ദിയിൽ. അപ്പൊ ഞാൻ എന്താ പറയാ? ഞാൻ ഉപയോഗിച്ചു മേ എഴുതിയല്ലോ. അത് കഴിഞ്ഞ് നിങ്ങളോട്. അപ്പൊ നിങ്ങളോട് ആപ്സേ എന്ന് പറയാം. ആപ്സേ നിങ്ങളോട്. ഉൻസേ അദ്ദേഹത്തിനോട്. ഓക്കെ, ആപ്സേ ഉൻസേ. ഇനി മേ ഞാൻ നിങ്ങളോട് ആപ്സേ ചില കാര്യങ്ങൾ കുച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുക നമുക്ക് ബോൽന ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാത് കർണ. കണ്ടോ, ഇവിടെ ഉണ്ട് ബാത് കർണ എന്ന് പറഞ്ഞാലും എന്താണ്? സംസാരിക്കുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതാണ്. അപ്പൊ മേ ആപ്സേ കുച്ച് ബാത് കർണ എന്ന് എഴുതി നമ്മൾ. ബാത് കർണ ചാത്താ ഹും. ഞാനാണല്ലോ, ഞാൻ ആയതുകൊണ്ട് ഹും വന്നു. ഓക്കെ, ചാത്താ ഹും. മേ ആപ്സേ കുച്ച് ബാത് കർണ ചാത്താ ഹും. ഓക്കെ, ഇനി അതൊരു പെണ്ണാണെങ്കിലോ മേ ആപ്സേ കുച്ച് ബാത് കർണ ചാത്തി ഹും. പെണ്ണാണെങ്കിൽ പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് നോക്കാം. എങ്ങനെയാണ് നെഗറ്റീവ്? മേ ആപ്സേ കുച്ച് ബാത് കർണ നെഹി ചാത്താ ഹും. ഇവിടെ നെഹി ചേർക്കാം. ഓക്കെ, നെഹി ഇവിടെ ചേർത്താൽ മതി. അല്ലേ? ചാത്താ ഹെ, ചാത്തി ഹെ, ചാത്തയല്ല, അതിന് മുന്നേ നെഹി ചേർക്കാം. മേ ആപ്സേ കുച്ച് ബാത് കർണ നെഹി ചാത്താ ഹും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. അവൻ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറയാം. അപ്പൊ അവനക്ക് എന്താ പറയാ? വോ. പറഞ്ഞല്ലോ, നമ്മൾ വോ എഴുതി. അത് കഴിഞ്ഞിട്ട് 1-2 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മനോഹരമായ ഒരു വാക്യം, ഫ്രേസ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഏക് ദോ ദിൻ മേ. എന്താണ്? ഏക് ദോ ദിൻ മേ. അത് നമ്മൾ എഴുതി. ഏക് ദോ ദിൻ മേ എഴുതിയല്ലോ. വോ ഏക് ദോ ദിൻ മേ. ഇവിടെ എന്താ പറയാ? യഹാ. ഇവിടെ വരുക. ആന. അപ്പൊ ആന എന്ന് എഴുതിയ ശേഷം ചാത്തേ ഹേ, ചാത്തി ഹേ, ചാത്തേ. ഇവിടെ എന്താ വരിക? അവനാണല്ലോ. അവനായതുകൊണ്ട് സിമ്പിളായിട്ട് ചാത്താ ഹേ എന്ന് പറഞ്ഞ് ചാത്താ ഹേ. അപ്പൊ എന്തായി? വോ ഏക് ദോ ദിൻ മേ യഹാ ആന ചാത്താ ഹേ. അവൻ 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് നമുക്ക് എഴുതാം. എങ്ങനെ? സിമ്പിളാണ്. നെഗറ്റീവ് എഴുതാം. वो एक दो दिन में यहाँ आना नहीं चाहता है. ഇവിടെ नहीं ചേർക്കുക. ഓക്കെ, नहीं.
वो एक दो दिन में यहाँ आना नहीं चाहते അല്ലാന്നുണ്ടെങ്കിലോ वो एक दो दिन में यहाँ नहीं आना രണ്ടും പറയാം എങ്ങനെ നമുക്ക് ചാത്താഹേന്റെ മുന്നിൽ ചേർക്കാൻ നെഹി അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ക്രിയയുടെ മുന്നിൽ ചേർക്കാറ് അതുപോലെ ക്രിയയുടെ മുന്നിലും ചേർക്കാവുന്നതാണ് രണ്ടും വളരെ കറക്റ്റാണ് ഇങ്ങനെ वो एक दो दिन में यहाँ नहीं आना चाहता है അല്ലെങ്കിൽ वो एक दो दिन में यहाँ आना नहीं चाहता है രണ്ടും വളരെ കറക്റ്റാണ് ഇനി നമുക്ക് ചോദിക്കാം അല്ലേ ഇങ്ങനെ അവൻ 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ എന്നറിയാം അപ്പോൾ ക്യാ ചേർക്കുക അല്ലേ സ്റ്റാർട്ടിങ്ങിൽ ക്യാ ചേർക്കുക അല്ലെങ്കിലോ ലാസ്റ്റോ സ്റ്റാർട്ടിങ്ങിലോ ലാസ്റ്റോ ചേർക്കുക ക്യാ വോ ഏക് ദോ ദിൻ മേം യഹാ ആനാ ചാത്താ ഹെ 1-2 ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ നമ്മുടെ നാലാമതാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഞങ്ങളാട്ടോ ഞങ്ങൾ ഒരുപാട് പേരാണല്ലോ അപ്പം നമുക്കറിയാം എന്ത് ഉപയോഗിക്കണം ചാത്തേഹെ ചാത്തിഹെ ആണോ അല്ല ചാത്തി എപ്പോഴും ഉപയോഗിക്കുക ഫീമെയിൽ ആണെങ്കിൽ ചാത്താഹ എപ്പോഴും ഉപയോഗിക്കുക ഒരാളാണെങ്കിൽ അതുപോലെ നോർമലായിട്ട് നമ്മൾ ചാത്താഹയാണ് ഉപയോഗിക്കുക ഓക്കെ പ്ലൂറൽ ആണെങ്കിൽ ഒരു സംശയം വേണ്ട ഒരുപാട് പേരുണ്ടെങ്കിലും അതുപോലെ റെസ്പെക്റ്റ് കൊടുത്ത് പറയണമെങ്കിലും ഒരു സംശയം വേണ്ട അവിടെ ചാത്തേഹെ അപ്പം ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ പറയും ഹം എഴുതിയല്ലോ ഹം എഴുതി ഇന്ന് വൈകുന്നേരം പറയാ ആജ് ഷാം കോ അപ്പം ഇന്ന് വൈകുന്നേരം ആജ് ഷാം കോ ഹം ആജ് ഷാം കോ ക്രിക്കറ്റ് അതുപോലെ എഴുതുക ക്രിക്കറ്റ് കളിക്കുക ഖേൽനാണല്ലോ അപ്പം ആദ്യം ഖേൽനാണോ ഇവിടെ ഉണ്ട് അപ്പം ആദ്യം ഖേൽനാന്ന് ആദ്യം എഴുതുക ഖേൽന എഴുതിയ ശേഷം പിന്നെ ചാത്താഹെ ചാത്തയെ നമുക്കറിയാം ചാത്തേഹയാണ് വേണ്ടത് കാരണം ഞങ്ങളാണല്ലോ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം നമ്മൾ എഴുതി ചാത്തേഹെ അപ്പം എന്തായി ഹം ആ ഷാം കോ ക്രിക്കറ്റ് ഖേൽന ചാത്തേ ഹെ ഹം ആ ഷാം കോ ക്രിക്കറ്റ് ഖേൽന ചാത്തേ ഹെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നാളെ അവിടെ വരാൻ ആഗ്രഹിക്കുന്നു ഹം കൽ വഹാ ആന ചാത്തേ ഹെ ഹം കൽ വഹാ ആന ചാത്തേ ഹെ ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം എങ്ങനെ എഴുതാം ഹം ആ ഷാം കോ ക്രിക്കറ്റ് ഖേൽന നെഹി ചാത്തേ ഹെ നമുക്ക് ഇവിടെ ചേർക്കാം നെഹി അല്ലാന്നുണ്ടെങ്കിലോ ഇവിടെ ചേർക്കാം हम आज शाम को क्रिकेट खेलना नहीं चाहते हैं അല്ലാന്നുണ്ടെങ്കിലോ हम आज शाम को क्रिकेट नहीं खेलना चाहते हैं രണ്ടും വളരെ കറക്റ്റാണ് ഇനി ചോദ്യം ഉണ്ടാക്കണമെങ്കിലോ നമുക്കിവിടെ ക്യാ ചേർക്കാവുന്നതാണ് ഓക്കെ എങ്ങനെ ക്യാ ഹം ആജ് ഷാം കോ ക്രിക്കറ്റ് ഖേൽന ചാത്തേ ഹെ ഞങ്ങൾ ക്രിക്കറ്റ് ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി നമുക്ക് അടുത്ത നോക്കാം അല്ലേ അടുത്താണ് ഒരു തവണമെങ്കിലും അപ്പോൾ ഒരു തവണമെങ്കിലും എന്ന് പറയാം കംസെ കം ഏക് ബാർ എന്താണ് കംസെ കം ഏക് ബാർ അപ്പോൾ കംസെ കം ഏക് ബാർ അങ്ങ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക കംസെ കം ഏക് ബാർ എന്നാണ് എഴുതി കൊടുത്തു അപ്പോൾ ടെൻഷൻ ഫ്രീ ഇനി അടുത്താണ് എൻ്റെ അച്ഛൻ അല്ലേ അച്ഛനൊരു അച്ഛനല്ലേ റെസ്പെക്റ്റ് കൊടുക്കണം അല്ലേ ബഹുമാനം കൊടുക്കണം അപ്പോൾ മേരാന്ന് പറയരുത് കേട്ടോ മേരാന്ന് പറയരുത് മേരേന്ന് പറയണം നമ്മൾ ഒരു മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേരെ കുറിച്ച് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ മേരേ എന്ന് പറയാം മേര എന്നല്ല മേരാ ബായ് കറക്റ്റാണ് കുഴപ്പമില്ല മേരാ ബായ് കറക്റ്റാണ് ഇനി മുതിർന്ന ആണെങ്കിലോ മേരേ ബായ് അങ്ങനെയും പറയാം പക്ഷെ പിതാജി ഫാദർ ആണെങ്കിൽ അവിടെ മേര എന്ന് പറയരുത് അവിടെ മേരേ എന്ന് പറയണം കാരണം പിതാജി റെസ്പെക്റ്റ് കൊടുത്തിരിക്കണം ഓക്കെ ഫാദർ മേരേ പിതാജി ഓക്കെ മേരെ പിതാജി ഇനി നിങ്ങളെ ആപ്സെ മേരെ പിതാജി ആപ്സെ കാണാൻ മിൽന എന്ന് പറഞ്ഞാൽ കാണുക ആ മിൽന എഴുതി അതിനുശേഷം ചാത്തേഹെ ഇവിടെ ചാത്താഹെ അല്ല ചാത്തേഹെ ആണ് കാരണം ഫാദർ ആണല്ലേ അച്ഛനല്ലേ ബഹുമാനം റെസ്പെക്ട് അപ്പോൾ ചാത്തേഹെ എന്ന് എഴുതി അപ്പം എന്തായി കംസെ കം ഏക് ബാർ മേരെ പിതാജി ആപ്സെ മിൽന ചാത്തേഹെ കംസെ കം एक बार मेरे पिताजी आपसे मिलना चाहते हैं ഓക്കെ ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഇത്ര ഗ്രാമർ നോക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല എങ്ങനെയും പറയാവുന്നതാണ് സ്പോക്കൺ അല്ലേ സ്പീക്കിംഗ് നമുക്ക് എങ്ങനെയും പറയാം ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി ഓക്കെ ഇനി നിങ്ങൾ ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ